നമ്മുടെ ഒരു ജവാനെ പാകിസ്ഥാൻ പിടിച്ചു കൊണ്ടുപോയി. എന്ത് സംഭവിച്ചു കാണും ആ ജവാന്? അത് നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് എന്താണ് സംഭവിച്ചത് നോക്കാം. പഞ്ചാബിലെ ഫിറോസ്പൂർ അതിർത്തി, ഈ അതിർത്തി എന്ന് പറയുമ്പോൾ രണ്ട് രാജ്യങ്ങളും വേലി കെട്ടിയിട്ടുണ്ട്. ഈ വേലിക്ക് അപ്പുറത്ത് നേരെ അങ്ങനെയല്ല അതിർത്തി, രണ്ട് വേലികളുണ്ട്. ഇന്ത്യ ഒരു വേലി കെട്ടിയാൽ ആ വേലിക്കപ്പുറം പാകിസ്ഥാൻ എന്നല്ല. ഇന്ത്യയുടെ അതിർത്തി വേലി, അത് കഴിഞ്ഞ് കുറച്ച് സ്ഥലം വെറുതെ, അത് കഴിഞ്ഞ് പാകിസ്ഥാൻ്റെ വേലി. അങ്ങനെ രണ്ട് വേലികളുണ്ടാവും അതിർത്തിയിൽ. അങ്ങനെയാണ്, ഒറ്റ വേലിയല്ല. നമ്മൾ വീടിന് മതിൽ കെട്ടുമ്പോൾ ഒരു വേലി എന്ന് പറയുന്ന പോലെയല്ല അതിർത്തിയിലെ വേലി. അപ്പോൾ ഈ രണ്ട് വേലിക്കിടയിലുള്ള സ്ഥലത്തിന് നോമാൻസ് ലാൻഡ് എന്നാണ് പറയുന്നത്. രണ്ടുപേരുടെയും സ്ഥലമല്ല. അപ്പോൾ ഈ നോമാൻ ലാൻഡിൽ കുറേ കാലമായി ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശുമായിട്ടും ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. ഉള്ള ചില ധാരണയുടെ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടോ? വെറുതെ കിടന്നിട്ട് കാര്യമില്ലല്ലോ. അതിർത്തി ശരിക്കുമുള്ള ഫെൻസിങ്ങിന് അപ്പുറത്തേക്ക് പോകേണ്ട ഇതിനിടയ്ക്കുള്ള സ്ഥലത്ത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര സൗഹൃദത്തിൻ്റെ ഭാഗമായി ആ ഇൻ്റർനാഷണൽ ബോർഡർ എന്നാണ് പറയുന്നത്, അന്താരാഷ്ട്ര അതിർത്തി അല്ലെങ്കിൽ നോമാൻസ് ലാൻഡ്. അവിടെ കൃഷി ചെയ്തു വരുന്ന ഒരു ശീലം പണ്ട് മുതലേ ഉണ്ട്. ഇന്ത്യക്കാരും ചെയ്യുന്നുണ്ട്, പാകിസ്ഥാനികളും ചെയ്യുന്നുണ്ട്. പക്ഷേ റിസ്ക്കാണ്. അതിർത്തിയിൽ വെടിയുണ്ട എപ്പോൾ വേണമെങ്കിലും ചെറിപ്പാഞ്ഞ് വരാൻ പോകുന്ന സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. പക്ഷേ കൃഷിക്കാർക്ക് വേറെ മാർഗ്ഗമില്ല, സ്ഥലം വേണ്ടേ. അതുകൊണ്ട് ഇവരവിടെ ചെയ്യും. പിന്നെ മിക്കവാറും അത് സമാധാനപരമായി സൗഹൃദപരമായി അതിർത്തിക്കപ്പുറത്ത് നിൽക്കുന്ന പട്ടാളക്കാർ തമ്മിൽ ആഘോഷിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ വാഗ ഉൾപ്പെടെയുള്ള അതിർത്തിയിൽ ഇപ്പോൾ ഇന്ത്യ BSF തീരുമാനിച്ചു വാഗ അതിർത്തിയിൽ ഗേറ്റ് അടയ്ക്കുക, അപ്പുറത്തേക്ക് പാകിസ്ഥാനി റേഞ്ചർമാർ, നമ്മുടെ BSF പോലെ പാകിസ്ഥാൻ്റെ അതിർത്തി കാക്കുന്ന സേനയ്ക്ക് റേഞ്ചർമാർ എന്നാണ് പറയുന്നത്. അവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത്, ഷെയ്ക്ക് ഹാൻഡ് ഒന്നും ഇനി കൊടുക്കേണ്ട നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ രണ്ട് കൂട്ടരും തമ്മിൽ ഉത്സവങ്ങൾ, ദീപാവലി വരുമ്പോൾ, വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ മധുരപലഹാരം കൈമാറും. ഇങ്ങനത്തെ ചൈനയുമായും ചെയ്യാറുണ്ട്. സമാധാന കാലത്ത് അതിർത്തി മുഖാമുഖം കാണുകയല്ലേ, മനുഷ്യരല്ലേ, അവരപ്പുറത്തും അപ്പുറത്ത് നിന്ന് പാട്ടുകൾ പാടും. ഇതൊക്കെയുണ്ട്. കടുത്ത യുദ്ധം തുടങ്ങിയാൽ പ്രശ്നമുണ്ടായാൽ അപ്പോൾ തോക്കെടുത്ത് വെടിവെക്കും. എന്നാൽ പോലും അല്ലാത്ത സമയത്ത് ഈ ടെൻഷനൊക്കെ റിലീസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇവർ പാട്ടുകൾ പാടുകയും കുടുംബവിശേഷങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ എപ്പോഴും ഇങ്ങനെ മുഖം പൂർപ്പിച്ചിരിക്കുന്നവരൊന്നും അല്ല പട്ടാളക്കാർ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫിറോസ്പൂർ അതിർത്തിയിലുള്ള നോമാൻസ് ലാൻഡ്, ആരുടെയും അല്ലാത്ത സ്ഥലത്ത് കൃഷിക്കാർ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷി ചെയ്യുമ്പോഴത്തേക്ക് കർഷകർ അങ്ങോട്ട് പോകുമ്പോൾ ഇവർ അതിർത്തിക്ക് അപ്പുറത്ത് ചാടുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് BSFൻ്റെ ഭടന്മാർ കൂടെ പോകും. അങ്ങനെ കൂടെ പോയതാണ് 182ാം ബറ്റാലിയനിലെ PK സാഹു എന്ന് പറയുന്ന പഞ്ചാബിലെ BSFൻ്റെ ജവാൻ. അങ്ങനെ നടന്നുപോയി. നമ്മൾ പറയുമ്പോൾ ആലോചിക്കണം, അതിർത്തി എന്നൊക്കെ പറഞ്ഞാൽ കത്തുന്ന വെയിലാണ്, ഒരു മരം പോലും ഉണ്ടാവില്ല. അങ്ങനെ ഇവരോടൊപ്പം നടന്ന് കൃഷിക്കാരുടെ കൂടെ ഇരുന്നിട്ട് ഒരു മരച്ചോട് കണ്ടപ്പോൾ അവിടെ PK സാഹു അല്പനേരം ചാരിയിരുന്നു, വിശ്രമിച്ചു. ഈ സമയത്താണ് പാകിസ്ഥാൻ റേഞ്ചർമാർ വന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തു. അപ്പുറത്തെ അതിർത്തിയിലേക്കൊന്നും കടന്നില്ല. ആദ്യം വന്ന വാർത്ത അതിർത്തി കടന്ന് അപ്പുറത്തേക്ക് ചെന്നു എന്നാണ്. പക്ഷെ അങ്ങനെ ചെയ്തില്ല. നമ്മുടെ തന്നെ അതിർത്തിക്കും പാകിസ്ഥാൻ അതിർത്തിക്കും ഇടയ്ക്കുള്ള നോമാൻസ് ലാൻഡിലെ ഒരു മരച്ചുവട്ടിൽ കർഷകർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയിരുന്ന് ഈ ഭടൻ വെയിലത്തൊന്ന് വിശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവർ തോക്കും ചൂണ്ടി വന്ന് PK സാഹുവിനെ പിടിച്ചുകൊണ്ട് പോയത്. PK സാഹുവിനെ പിടിച്ചുകൊണ്ട് പോയെന്ന് മാത്രമല്ല, ഇയാളൊരു വാഹനത്തിലിരിക്കുന്ന ചിത്രം, കണ്ണ് കെട്ടി ഇരിക്കുന്ന ചിത്രം ഒക്കെ പുറത്തു വിട്ടു. ഈ ചിത്രം പുറത്തു വിട്ടു. അത് പാകിസ്ഥാൻ ആർമി തന്നെ പുറത്തു വിട്ടു. അപ്പോൾ നമ്മൾ നോക്കണം, ഈ അതിർത്തിയെ മാനിക്കുന്ന കരാർ, അതിർത്തി ഒന്നുമില്ല, ഇനി അതിർത്തി ഒന്നും LOC മാനിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, മാനിക്കണമെന്നാണ് ഷിംല കരാർ പറയുന്നത്. ഷിംല കരാർ റദ്ദാക്കിയ പാകിസ്ഥാനാണ് അവരുടെ അതിർത്തി കയറിയെന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ പറയാം, നേരെ തിരിച്ചു പറയാം, ഈ നോമാൻസ് ലാൻഡൊന്നുമല്ല, ഞങ്ങളുടെ സ്ഥലമാണെന്നും പറയാം. അതായിരിക്കും പാകിസ്ഥാൻ കാണിച്ചൊരു ധിക്കാരം. ഷിംല കരാർ റദ്ദാക്കി, ഇനി അതിർത്തിയില്ല, ഞങ്ങൾ അതിർത്തിയെ മാനിക്കുന്നില്ല, നോമാൻസ് ലാൻഡ് ആരുടെയല്ല എന്ന വാദം മാറ്റി ഞങ്ങളുടെ സ്ഥലമാണ്, അവിടെ കയറിയത് ഞങ്ങൾ പിടിച്ചിരിക്കുന്നു എന്ന വാദത്തോടെ ആയിരിക്കും അപ്പോൾ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ അബദ്ധവശാൽ ചിലപ്പോൾ നമ്മുടെ നാട്ടുകാരപ്പുറത്ത് വിട്ടുപോകും, പാകിസ്ഥാനികൾ വിട്ടുപോകും. ഇവരൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ട്. ചിലപ്പോൾ ഭടന്മാർ അറിയാതെ അതിർത്തി ഒന്ന് കാൽ വഴുതിയോ തെറ്റിയോ, ഒരു അതിർത്തി നിൽക്കുന്ന ഒരു ജവാൻ ചിലപ്പോൾ തല കറങ്ങി വീണാൽ നമ്മുടെ അതിർത്തിയിലേക്കായിരിക്കും വീഴുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്നവരെയൊക്കെ നമ്മൾ ഡീറ്റെയിൻ ചെയ്യും. പക്ഷേ നമ്മൾ തിരിച്ചു കൊടുക്കും. ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സംസാരിക്കാൻ വേണ്ടി രണ്ട് സേനകളും കമാൻഡർമാർ ലെവലിൽ ചർച്ച നടത്തും. അതിന് ഫ്ലാഗ് മീറ്റിംഗ് എന്നാണ് പറയുന്നത്. ഫ്ലാഗ് മീറ്റിംഗ് രണ്ട് രാജ്യങ്ങളുടെയും കൊടി മേശപ്പുറത്ത് കുത്തിയിരുന്നിട്ട് രണ്ട് കമാൻഡർമാരും മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് കണ്ടീഷൻസ് പറയും. നിങ്ങളുടെ സാഹു ഇപ്പുറത്തേക്ക് വന്നിരിക്കുന്നു, ഞങ്ങളുടെ കയ്യിലുണ്ട്, സാഹുവിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ട് നമ്മൾ ചോദിക്കും. കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ നന്നായിട്ട് നോക്കുന്നുണ്ട് എന്ന് പറയും. പക്ഷേ അയാളെ ഞങ്ങൾക്ക് വിട്ടുതരണം, ഞങ്ങൾക്ക് വേറെ കാര്യമുണ്ട്, അതിർത്തി കിടന്ന് വന്നതല്ലേ, ഏതായാലും പുള്ളി നിങ്ങൾ പറയുന്നത് എങ്ങനെ വിശ്വസിക്കും, അയാൾ മനഃപൂർവ്വം അതിർത്തി കിടന്ന് വന്നതാണോ, ഞങ്ങളുടെ വല്ല രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ള നീക്കം നടത്തിയതാണോ, ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാനുണ്ട്
ശരി ചോദ്യം ചെയ്തോളൂ, അയാളെ ശരീരത്തിൽ തൊടാൻ പാടില്ല, ഇങ്ങനെയുള്ള വർത്തമാനമൊക്കെ പറഞ്ഞ് ഡയലോഗ് നടക്കും. ഡയലോഗ് നടത്തിയിട്ട് വിട്ടുകൊടുക്കും. അങ്ങനെ ഫ്ലാഗ് മീറ്റിംഗ് നടന്നുവെന്നും നടക്കാൻ പോകുന്നു എന്നും പറയുന്നുണ്ട്. ആ ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും പാകിസ്ഥാൻ നമ്മുടെ ഭടന്മാരോട് മുൻകാലങ്ങളിലൊക്കെ വളരെ മോശമായി പെരുമാറിയിട്ടുണ്ട്. ഇപ്പോൾ കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ കാർഗിൽ മലനിരകളിൽ നിന്ന് നമ്മുടെ ചില ജവാന്മാരുടെ ജഡം കിട്ടി. അതിൽ അവരുടെയൊക്കെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തിട്ടുണ്ടായിരുന്നു. ജീവനോടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് ബയണറ്റ് കൊണ്ട് കുത്തി, ബയണറ്റ് തോക്കിൻ്റെ അറ്റത്ത് വെക്കുന്ന കത്തിയില്ലേ, അതുകൊണ്ട് ജീവനോടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തിട്ടുണ്ട്. നാവ് മുറിച്ചിട്ടുണ്ട്, നഖങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട്, നഖങ്ങൾക്കിടയിലേക്ക് ആണി ഇടിച്ച് കയറ്റിയിട്ടുണ്ട്. മേജർ കാലിയ എന്ന് പറയുന്ന നമ്മുടെ മിലിറ്ററി മേജറുടെ ശരീരം കണ്ടെടുത്തപ്പോൾ 2 കണ്ണുകളും ചുഴന്നെടുത്തിരുന്നു, നാവ് മുറിച്ച് കളഞ്ഞിരുന്നു. അതുകൂടാതെ ധന്യ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, ധന്യയെപ്പോലെ ഒരു പെൺകുട്ടിക്ക് താങ്ങാൻ പറ്റാത്തൊരു കാര്യമാണ്, ആ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് ഇന്ത്യൻ പട്ടാളം മേജർ കാലിയയുടെ ശരീരത്തിൽ നിന്ന് ഊരിയെടുത്തത് 7.5 കിലോ ആണിയാണ്. എന്നാലോചിച്ച് നോക്കിയാൽ, ഒരു മനുഷ്യനെ കിട്ടിയപ്പോൾ കണ്ണു ചൂഴ്ന്നെടുത്തു, നാവ് മുറിച്ചെടുത്തു, ഒരു ഇന്ത്യൻ മേജറെ കിട്ടിയപ്പോൾ, എന്നിട്ട് ശരീരം മുഴുവൻ ആണി അടിച്ച് കയറ്റി. എത്ര? 7.5 കിലോ ആണിയാണ് നമ്മൾ ആ ദേഹത്ത് നിന്ന് റിമൂവ് ചെയ്തത്. അത്ര ക്രൂരമായി പീഡിപ്പിക്കുന്ന ചരിത്രം, പീഡിപ്പിച്ച ചരിത്രം ആർക്കുണ്ട്? പാകിസ്ഥാൻ പട്ടാളത്തിലുണ്ട്. പക്ഷേ അവിടെ കാർഗിൽ മലനിരകളിൽ ഒരുപാട് പാകിസ്ഥാനി പട്ടാളക്കാർ വെടിയേറ്റ് വീണു. നമ്മളവരെ ആചാരപരമായി സംസ്കരിച്ചു. അതിനു മുമ്പ് നമ്മൾ അവരോട് പറഞ്ഞു, പാകിസ്ഥാനോട് പറഞ്ഞു, നിങ്ങളുടെ ഇത്ര ആളുകളുടെ ജഡം ഞങ്ങളുടെ കയ്യിലുണ്ട്, ഈ ബോഡി കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു അവരാരും ഞങ്ങളുടെ പട്ടാളക്കാരല്ല എന്ന്. പാകിസ്ഥാൻ പട്ടാളക്കാരെ പോലും പാകിസ്ഥാൻ തള്ളിപ്പറഞ്ഞു. അപ്പോൾ നമ്മളെന്ത് ചെയ്തു? ഇവരെ മുസ്ലിമുകളാണല്ലോ, മുസ്ലിം മതപുരോഹിതന്മാരെ കൊണ്ടുവന്ന് അവർക്ക് മരണാനന്തര പ്രാർത്ഥന ചൊല്ലി അവസാനം അവർക്ക് ഗാർഡ് ഓഫ് ഓണറും കൊടുത്തിട്ട്, മരിച്ചത് പട്ടാളക്കാരനാണ്, പട്ടാളക്കാരൻ ഇപ്പോഴും മാനിക്കും. കാരണം പട്ടാളക്കാരൻ പരസ്പരം കൊല്ലുന്നത് വ്യക്തിവൈരാഗ്യത്തിനല്ല, അതിർത്തി തർക്കത്തിനല്ല, രാജ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഒരു ധീരനായ ഒരു ഭടൻ, അവൻ പാകിസ്ഥാനി ഭടനാണേലും അവനെയും സല്യൂട്ട് ചെയ്യും. അങ്ങനെ അത്ര ഗംഭീരമായ ആദരവോടെയുള്ള ഒരു നിലപാടാണ് ഇന്ത്യൻ ആർമി പാകിസ്ഥാൻ പട്ടാളക്കാരോട് ചെയ്യാറുള്ളത്. ഇത് പറയുമ്പോൾ നമ്മൾ മറ്റൊന്നും ആലോചിക്കണം, നമുക്ക് മറക്കാൻ പാടില്ലാത്ത പേരാണ് അഭിനന്ദ് വർദ്ധമാൻ. നമ്മുടെ ഈ പുൽവാമ ആക്രമണത്തിന് ശേഷം ഇന്ത്യയുമായിട്ടുള്ള വലിയ ടെൻഷൻ ഉണ്ടായപ്പോൾ നമ്മുടെ വിമാനം, പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളെ തുരത്താൻ വേണ്ടി 2019 പാകിസ്ഥാൻ്റെ F-16 വിമാനങ്ങൾ വന്നപ്പോൾ നമ്മളതിനെ പറപ്പിക്കാൻ വേണ്ടി MiG-21 ബൈസൺ, F-16 നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ പഴയ വിമാനങ്ങളാണ്. പക്ഷേ നമ്മൾ ആ പഴയ വിമാനങ്ങളെ മോഡേണൈസ് ചെയ്ത് F-16 ബീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വിമാനമാക്കി മാറ്റിയിരുന്നു. അഭിനന്ദ് വർദ്ധമാൻ എന്ത് ചെയ്തു? ഈ വിമാനമായിട്ട് പിന്നാലെ ചെന്ന് അവരുടെ ഒരു F-16 നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് വെടിവെച്ചിട്ടു. അമേരിക്ക ഞെട്ടിപ്പോയി. അമേരിക്കയുടെ F-16 30-40 വർഷം പഴക്കമുള്ള MiG-21 ബൈസൺ വിമാനങ്ങളോട് ഇന്ത്യ വെടിവെച്ചിട്ടപ്പോൾ തകർന്നു പോയത് അമേരിക്കയുടെ ഇമേജായിരുന്നു. അമേരിക്ക ഞെട്ടിപ്പോയി. അവസാനം ഈ വിമാനം നമ്മുടെ ഇന്ത്യൻ വിമാനത്തിന് കേടുപാട് പറ്റിയപ്പോൾ അഭിനന്ദ് വർദ്ധമാൻ സ്വയം എജക്ട് ചെയ്തു. പൈലറ്റിന് സ്വയം രക്ഷപ്പെടാം, ബട്ടൺ അമർത്തിയ പാരച്യൂട്ടിൽ താഴത്തേക്ക് വീണത് പാകിസ്ഥാനിലായിരുന്നു. പാകിസ്ഥാൻ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ ടെൻഷനായിരുന്നു. അഭിനന്ദ് വർദ്ധമാനെ എന്ത് ചെയ്യുമെന്നൊക്കെ, ഇവർ ഭയങ്കരമായി പീഡിപ്പിക്കുമെന്നൊക്കെ വന്നപ്പോഴത്തേക്ക് മോദി അന്ന് പറഞ്ഞൊരു പ്രസ്താവന, വർദ്ധമാൻ്റെ ഒരു രോമത്തിൽ തൊട്ടാൽ കറാച്ചി നിന്ന് കത്തും എന്ന് മോദി പറഞ്ഞിരുന്നു. അങ്ങനെ ഇന്ത്യൻ മിസൈലുകൾ ഇസ്ലാമാബാദിലേക്കും ലാഹോറിലേക്കും കറാച്ചിയിലേക്കുമൊക്കെ നമ്മൾ തിരിച്ചു വെച്ചിരുന്നു. അതിന് ഫലമുണ്ടായി. പേടിച്ച് വിറച്ച് പാകിസ്ഥാൻ അഭിനന്ദ് വർദ്ധമാൻ്റെ ഒരു ചിത്രം പുറത്തുവിട്ടു, വീഡിയോ. അഭിനന്ദ് വർദ്ധമാൻ കാലിന്മേൽ കാലും കയറ്റി ആ കൊമ്പൻ മീശയുമായിരുന്നിട്ട് ചൂട് കോഫി ഊതി കുടിക്കുന്ന ചിത്രം. അതിനുശേഷം ഒരു പരിക്കുമിറ്റാതെ, ഒരു രോമത്തിന് പോലും നഷ്ടം വരുത്താതെ അഭിനന്ദ് വർദ്ധമാനെ മോദിയുടെ കാലത്ത് തിരിച്ചു തന്നിട്ടുണ്ട് പാകിസ്ഥാൻ. കാർഗിൽ യുദ്ധകാലത്ത് നമ്മുടെ പട്ടാളക്കാരോട് കാണിച്ച ക്രൂരതയുടെ ഒരംശം പോലും, ഒരു നുള്ളും മണ്ണ് വാരി പോലും അഭിനന്ദ് വർദ്ധമാൻ്റെ ദേഹത്തിടാൻ പാകിസ്ഥാന് ധൈര്യം ഉണ്ടായിരുന്നില്ല. അതാണ് പുൽവാമ ഭീകരാക്രമണ കാലത്ത് നടന്ന ഒരു കാര്യം. അപ്പോൾ പാകിസ്ഥാനിൻ്റെ സ്വഭാവം അതാണ്, അവർ ബാർബേറിയൻസ് ആണ്, എന്തും ചെയ്യും. നമ്മളിവിടെ കണ്ടില്ലേ, പഹൽഗാമിൽ കണ്ടില്ലേ, എന്താണ് എത്ര വലിയ ക്രൂരതയാണ് ഇവർ കാണിച്ചത്. അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം കിട്ടിയത്. പക്ഷേ ഇപ്പുറത്ത് ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന് വന്നുകൂടെ പാകിസ്ഥാൻ നിലപാടൊക്കെ മാറ്റി. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ അഭിനന്ദ് വർദ്ധമാൻ്റെ കുടുംബം തന്നെ ഭയങ്കര ശൂര പരാക്രമമുള്ള കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ എയർ മാർഷൽ ആയിരുന്നു, തമിഴ്നാട്ടുകാരനാണ്. അച്ഛൻ്റെ പേരെന്നറിയാം അഭിനന്ദ് വർദ്ധമാൻ്റെ? സിംഹക്കുട്ടി വർദ്ധമാൻ. അമ്മ ഡോക്ടറാണ്. അപ്പോൾ ഏതായാലും താമ്പരം തരമണി വ്യോമസേന താവളത്തിൽ നിന്നാണ് പൈലറ്റായിട്ട് അഭിനന്ദ് വർദ്ധമാൻ
തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. അത് തുടർന്ന് നമ്മുടെ നാട്ടിലൊക്കെ അഭിനന്ദൻ വർദ്ധമാൻ്റെ മീശ വലിയ തരംഗമായ അഭിനന്ദൻ കട്ട് മീശ എന്നും പറഞ്ഞ് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ആ മീശ വെച്ചുകൊണ്ട് നടന്നിരുന്നു. ഏതായാലും അഭിനന്ദൻ വർദ്ധമാനിൻ്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഇന്ത്യൻ പട്ടാളക്കാരെ തൊടാൻ അങ്ങനെയൊന്നും പാകിസ്ഥാൻ ധൈര്യം കാണിക്കത്തില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ സംഘർഷബാധിതമായിരിക്കുന്ന സമയത്ത് PK സാഹുവിനെ ഉപദ്രവിക്കാനുള്ള ഒരു നീക്കം പാകിസ്ഥാൻ കാണിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ തരമില്ല. ഇനി എന്തെങ്കിലും ചെയ്താൽ പാകിസ്ഥാൻ അതിന് കനത്ത വില കൊടുക്കേണ്ടി വരും. കാരണം അഭിനന്ദൻ വർദ്ധമാന് വേണ്ടിയിട്ട് മിസൈലുകൾ ലാഹോറിലേക്കും കറാച്ചിയിലേക്കും ഇസ്ലാമാബാദിലേക്കും തിരിച്ചു വെച്ച അതേ മോദിയാണ് ഇപ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.